നാരായണ നാരായണ നാരായണ. ശ്രീമന്നാരായണീയം ദശകം 24 3 ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചു. ഹിരണ്യകശിപുവിൻ്റെ വിജയത്തെയാണ് പറഞ്ഞു വെച്ചത്. ഇനി 4-ാമത്തെ ശ്ലോകം, ദശകം 24 4-ാമത്തെ ശ്ലോകം. ഓം തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസുതൗ മുനേർവീണാപാണേഃ അധിഗത ഭവൽ ഭക്തി മഹിമാ സവൈജാത്യ ദൈത്യശിശുരഭി സമേത്യ ത്വയി രതിം ഗതസ്ത്വൽ ഭക്താനാം വരദ പരമോദാഹരണതാം. വരദ അല്ലയോ വരത്തെ കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാനെ. തതഹ ഭഗവാനോട് മേൽപ്പത്തൂര് പറയാണ്. അതിനുശേഷം ഗർഭവസതൗ ഗർഭത്തിൽ വസിക്കുമ്പോൾ വീണാപാണേഹേ ഗർഭവസതൗ ഗർഭത്തിലേക്ക് വസിക്കുന്ന ആ സമയത്ത്, ഗർഭത്തിൽ വസിക്കുന്നതായിട്ടുള്ള സമയത്ത് വീണാപാണേഹേ മുനേഹേ വീണ എപ്പോഴും കയ്യിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള മുനി ദേവർഷിയായിട്ടുള്ള നാരദൻ, ശ്രീനാരദനാൽ അധിഗത ഭവൽ ഭക്തി മഹിമ അധിഗത ഭഗവത് ഭക്തി മഹിമ ഭഗവാനോടുള്ള ഭക്തിയുടെ മഹാത്മ്യത്തെ അധികരിക്കുന്ന രീതിയിൽ പറഞ്ഞു. അതിനെ അധികരിച്ചുകൊണ്ട് ഭഗവത് ഭക്തി മുഖ്യമാക്കിക്കൊണ്ട് ഭഗവാന്റെ ലീലകളെ പറഞ്ഞു കേൾപ്പിച്ചു. ഗർഭവസതൗ ഗർഭത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആ പ്രഹ്ലാദന്, ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ട് വരാൻ പോകുന്നതായിട്ടുള്ള സനകാദി മഹർഷിമാരുടെ അവതാരമായിട്ടുള്ള പ്രഹ്ലാദന്, കയാധുവിൻ്റെ ഗർഭത്തിലാണ് ആ സമയത്ത് പ്രഹ്ലാദനുള്ളത്. ഗർഭവസതൗ വീണാപാണേഹേ മുനേഹേ അധിഗത ഭവൽ ഭക്തി മഹിമ പ്രഹ്ലാദ സുത പ്രഹ്ലാദൻ എന്ന ആ പുത്രൻ. അപ്പോൾ ഭഗവാനെ കുറിച്ച് എങ്ങനെയാ പറയേണ്ടത്? ഭക്തി പ്രാധാന്യമായിട്ട് ഭഗവത് ലീലകളെ പറയൂ. ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞതാ. ഇതം കഥായാം വിപുലീകുരു എന്നാണ്. ഈ ഭഗവത് ലീലകളെ മുഴുവൻ എത്രത്തോളം ഭക്തി ഉണ്ടാവാൻ സാധിക്കുമോ അത്രത്തോളം വിപുലീകരിച്ച് ഓരോ ജീവനും ശുദ്ധമാക്കാൻ വേണ്ട ഭക്തിഭാവത്തെ പ്രദാനം ചെയ്യാൻ ഇതിനെ എല്ലാവരോടുമായിട്ട് പറയൂ എന്നാണ് 3 അധ്യായങ്ങളെ കൊണ്ട് ഭാഗവതം മുഴുവനെ പറഞ്ഞു കൊടുത്ത ബ്രഹ്മാവ് തൻ്റെ പുത്രനായിട്ടുള്ള ദേവർഷിയായിട്ടുള്ള ശ്രീനാരദനോട് പറഞ്ഞത്. അത് അതേപോലെ തന്നെ ഭക്തി ഉണ്ടാക്കുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് ഈ ഗർഭാവസ്ഥയിലാവുമ്പോൾ അവിടെ ത്രികാലജ്ഞാനം കിട്ടിയ ഭാവം മാത്രമല്ല ശുദ്ധ സത്വം എന്നുള്ള നിലയ്ക്കിരിക്കണു. ഇനി ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ പ്രാർത്ഥിക്കണു. അപ്പോൾ ഇത് വേഗം അങ്ങോട്ട് ചെല്ലും. ഗർഭിണികൾക്ക് ഭാഗവതം വായിച്ച് കേൾപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുകയും ചെയ്യാം ഉണ്ണിക്ക്. അത് ശ്രദ്ധയോട് കൂടിയിട്ട് അമ്മ കേൾക്കുകയും കൂടി ചെയ്താൽ പിന്നെ പറയും വേണ്ട. അമ്മയുടെ വികാരങ്ങൾ, കഴിക്കുന്ന ആഹാരങ്ങൾ, പ്രവൃത്തികൾ മുഴുവൻ ഈ ഉണ്ണിയിലേക്ക് കുറച്ച് പകർന്നു കൊടുക്കും. അപ്പോൾ അമ്മ ഇത് ശ്രദ്ധിച്ച്, അമ്മ ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീ ഈ ഭാഗവതം കേൾക്കുകയാണെങ്കിൽ ആ ഉണ്ണിക്ക്, ഉള്ളിലുള്ളതായിട്ടുള്ള ഉണ്ണിക്ക്, ആണായാലും പെണ്ണായാലും ഒരേപോലെ ഈ സാത്വിക ഭാവത്തെ വളർത്താൻ സാധിക്കും. അത് വലിയ ഗുണത്തിലെത്തുകയും ചെയ്യും. എന്ത് ഭാവത്തിലാണോ നമ്മൾ കൊടുക്കുന്നത്, ആ കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഉണ്ണി ജനിച്ചു വരുമ്പോൾ ചെയ്യാം എന്ന് സാരം. അപ്പം അതുകൊണ്ടാണ് ഗർഭിണിയായിട്ടുള്ളവരെ എപ്പോഴും പൂജിച്ചുകൊണ്ടും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടും അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാകാത്ത രീതിയിൽ പരിചരിച്ചുകൊണ്ടും ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും പല സ്ഥലങ്ങളിലും അതേപോലെ നടക്കണമുണ്ട്. ചിലവർ വളരെയധികം ഈ ഉണ്ടാകാൻ പോകുന്ന ഉണ്ണി നന്നാവട്ടെ വിചാരിച്ചിട്ട് ആ രീതിയിൽ പുണ്യപ്രവർത്തികളെ ധാരാളമായിട്ട് ചെയ്യണം. ഇത് കലികാലത്തിന് വളരെ ആവശ്യമാണ്. ഇനി ശ്രവണം തന്നെയാണ് മുഖ്യം. അതേപോലെ കഴിക്കുന്ന ആഹാരം സാത്വികമായിട്ട് തീർക്കാൻ, എരിവ്, ചൂട്, എരി പുളി ചൂട് അത് നല്ലോണം കുറയ്ക്കണം. വേണ്ട പോഷകങ്ങളെ കൊടുക്കുകയും വേണം എന്നർത്ഥം. അധികമായിട്ടുള്ളതൊന്നും വേണ്ട, അമിതമൊന്നും വേണ്ട, ഒക്കെ മിതം മതി. അതാണ്. അപ്പോൾ ഇവിടെ വരദ തതഹ ഈ വരം കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാനെ, അതിനുശേഷം ഈ ഗർഭവസതോ ഗർഭത്തിലിരിക്കുന്നതായിട്ടുള്ള ആ പ്രഹ്ലാദനാകുന്ന സുതനെ
വീണാപാണേഹേ മുനേഹേ ഈ വീണാപാണിയായിട്ടുള്ള ശ്രീനാരദ മഹർഷിയാൽ, മുനിയായിട്ടുള്ള ശ്രീനാരദ മഹർഷിയാൽ അധികത ഭവൽ ഭക്തി മഹിമ, ഭഗവാന്റെ ഭക്തിയെ അധികരിച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് പ്രഹ്ലാദന് ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ടുള്ള അസ്യ സുതഹ, ഈ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ടുള്ള ഈ പ്രഹ്ലാദന് വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുത്തു. പിന്നെ സമജനി, അങ്ങനെ പ്രഹ്ലാദൻ ജനിച്ചു. ജാത്യ, ജന്മം കൊണ്ട് തന്നെ ദൈത്യ, സ്വതേ അസുരനായിട്ടാണ് പ്രഹ്ലാദൻ ജനിച്ചത് എങ്കിലും ശിശുഹു അഭി, വളരെ കുട്ടിയാണ്. ശിശുച്ച അർഭകൻ, അർഭകൻ തന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞ് ആ സമയത്ത് കഷ്ടിച്ച് വർത്തമാനം പറയാൻ തുടങ്ങിയ സമയത്ത് തന്നെ ശിശുവാണെങ്കിലും സഹ വൈ, ആ പ്രഹ്ലാദനാവട്ടെ ത്വയി, ഭഗവാനിൽ രതിം, രതിഭാവത്തിലെത്തി, പ്രേമം രതിയിലേക്ക് എത്തിയാണ്. അതായത് ഇഷ്ടം, പ്രേമം, രതി. ഇഷ്ടം എന്നുള്ളത് പ്രിയമായിട്ട് വരിക, അത് ഇഷ്ടമായിട്ട് വരിക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രേമമാകുമ്പോൾ പിന്നെ അകലാൻ പറ്റില്ല, സൂര്യൻ്റെ രശ്മി പോലെ ചേർന്നിരിക്കും, അതിന് വിടാൻ പറ്റില്ല. രതി എന്നുള്ളത് ലയം തന്നെയാണ്. 3 ഭാവമാണ് പ്രേമത്തിന്. ഇഷ്ടം തോന്നുക, പ്രേമം തോന്നുക, രതി തോന്നുക, 3ാമത്തെ ഭാവമാണ്. ഇവിടെ ഈ ഭക്തിഭാവത്തിലെ രതിയാണ് നമ്മൾ ഭാഗവത ഉദ്ഭവോപദേശം കഴിഞ്ഞ സമയത്തൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്, രതിഭാവത്തിലുള്ള ഭക്തി വേണം എന്നാണ്. എന്നുവെച്ചാൽ അവിടുന്ന് പിന്നെ വിട്ടുപോര, ലയമാണ്, അത് സായുജ്യം തന്നെയാണ്. എന്നാൽ ദേഹം ഡീനി, ദേഹമുള്ള നിലയ്ക്ക് ഒട്ടിച്ച് വയ്ക്കുക, പശട്ടാണ് ഒട്ടിക്കണ പോലെ, അവിടുന്ന് വിട്ടു പോരില്ല. വജ്രപ്പശ അങ്ങനെ ഒരു സാധനമുണ്ട്. അങ്ങനെ രതിഭാവത്തിൽ, ഭക്തിഭാവത്തിൽ, അതിൻ്റെ മാക്സിമത്തിൽ, മൂർത്തിമത് ഭാവത്തിൽ ഭക്തനായി തീർന്നു. ത്വൽ ഭക്താനാം, അവിടുത്തെ ഭക്തന്മാരുടെ പരമ ഉദാഹരണതാം ഗതഃ, ഏറ്റവും വലിയ ഉദാഹരണത്തെ പ്രാപിച്ചു എന്നാണ്. ഭക്തിയിലെ ഏറ്റവും പ്രഹ്ലാദൻ വളരെ മീതയാണ്, പ്രഹ്ലാദൻ്റെ ഭക്തിയുടെ സ്ഥാനം. അത് അവിടെ നവതാഭക്തിയാണല്ലോ ഭാഗവതത്തിലെ ഈ സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദൻ പറയണത്. ശ്രവണം, കീർത്തനം, വിഷ്ണോഹ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പം അതിൽ ശ്രീകൃഷ്ണസ്മരണേ പരീക്ഷിത ഭവത് വ്യാസാത്മജ കീർത്തനെ, പ്രഹ്ലാദസ്മരണേ തദ് അംഘ്രിഭജനെ, ലക്ഷ്മീ പൃഥു പൂജനെ, അക്രൂരസ്തു അഭിവന്ദനെ സ ഹനുമാൻ ദാസേ ച സഖ്യേർജുനോ, ദേവസ്യാത്മനിവേദനെ ബലിരഭൂൽ സർവസ്വദാതാ പുരാം. വിഷ്ണു വിധി ഋഷി വ്യാസൻ ശുകൻ ദ്വിജർ ഭാഗവതം ചൊല്ലി കേട്ടു മുക്തൻ നൃപൻ, ഓർമ്മിച്ചു പ്രഹ്ലാദൻ കാൽ പിടിച്ചു മമ, അക്രൂരൻ വന്ദിച്ചു പൂജ ചെയ്തു പൃഥു, മാരുതി ദാസ്യവും അർജുന സഖ്യവും ഏറ്റു ഹരിബലി നൽകിയ സ്വത്വവും, ഞാൻ എന്നെ എൻ്റെ പണി ഫലം ഗ്രന്ഥവും ലോകഹിതാർത്ഥം സമർപ്പിക്കുന്നു ഹരേ. ശ്രവണം കൊണ്ട് പരീക്ഷിത്ത്, അതായത് പരീക്ഷിത് സാക്ഷി വെറുതെ ഭാഗവതം കേട്ടു മുക്തനായി. കീർത്തനം കൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി, വ്യാസനാണ് ഭാഗവതം രചിച്ചത് വെച്ചാലും പരീക്ഷത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തത് ശ്രീശുക ബ്രഹ്മർഷിയാണ്. അപ്പോഴാണ് ഭാഗവതത്തിന് ഇത്രയും മഹിമയുണ്ട് എന്ന് ലോകം അറിഞ്ഞത്. ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം വായിച്ചത്, സനകാദികൾ ഭാഗവതം വായിച്ചത്, ഗോകർണൻ ഭാഗവതം വായിച്ചത്, വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഭാഗവതം പോലും പറയണത്. അതിൽ ഉത്തമ ശ്രോതാവ്, ഉത്തമ വക്താവ് എന്ന നിലയ്ക്ക് ശ്രീശുക ബ്രഹ്മർഷിയും പരീക്ഷിത്തും വക്താവും ശ്രോതാവും ഉത്തമന്മാർ. സനകാദി മഹർഷിമാരും നാരദനെ മുഖ്യനാക്കിക്കൊണ്ടാണ് അന്ന് ഭാഗവതം വായിച്ചത് ഹരിദ്വാറിൽ വെച്ചിട്ട്. അത് മധ്യമമായിട്ട് പറഞ്ഞു, കാരണം അവർക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ടാണ്. ഭക്തി എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞത് പ്രാകൃത ഭാവത്തിൽ ലോകഹിതത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ഭക്തന്മാരല്ലായിട്ടല്ല, എങ്കിലും ഇങ്ങനെ ഒരു ഭാവമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ കീർത്തനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ശ്രീശുക ബ്രഹ്മർഷിയാണ്. വന്ദനത്തിൽ അക്രൂരനാണ് വന്ദിക്കുക, അവിടെ ചെറിയച്ഛൻ്റെയാണ് സ്ഥാനം.
പക്ഷേ ഭഗവാനെ ഈശ്വരൻ എന്ന നിലയ്ക്ക് എപ്പോഴും വന്ദിച്ചുകൊണ്ടാണ്. സ്മരണം കൊണ്ട് പ്രഹ്ലാദൻ ഗർഭത്തിൽ വസിക്കുന്ന ആ സമയത്ത് ഈ നാരദ മഹർഷി ഉപദേശിച്ച ഭാഗവതം ഇനി എത്ര കാലമാണോ പ്രഹ്ലാദൻ ആയുസ്സുള്ളത് അത്രയും കാലം ഭഗവത് സ്മൃതിയോട് കൂടിയിട്ടാണ് സദാസേവ്യ അങ്ങനെയുള്ള ഭാവത്തിലാണ്. സ്മരണം കൊണ്ട് പ്രഹ്ലാദൻ. പാദസേവനം ലക്ഷ്മി പത്നിയാണ്. അതിനെ മറികടക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. പൃഥു പറയുന്നുണ്ട്, ഞാൻ ലക്ഷ്മിയുടെ പോലെയൊക്കെ ചെയ്തോളാം, ശരി പോന്നോളൂ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ്. പൃഥു ഭഗവാൻ തന്നെയാണ്. അതേപോലെ തന്നെ പൂജ, അർച്ചനാദി കാര്യങ്ങൾ അത് പൃഥുവാണ്. അർച്ചനം എന്ന നിലയ്ക്കാണ്. പാദസേവനം ലക്ഷ്മിക്കും അർച്ചനം അല്ലെങ്കിൽ പൂജ എന്നുള്ള നിലയ്ക്ക് അത് പൃഥുവിനും കൊടുത്തു. രണ്ടുപേരെയും ഭഗവാൻ ഒരേപോലെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം താൻ തന്നെയാണ്. ദാസ്യം ഹനുമാൻ, രാവണൻ്റെ വധത്തിന് വേണ്ടിയിട്ട് ഹനുമാൻ ചെയ്ത അനവധി ആർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഈ ശിവബലത്തെ മുഴുവൻ ഹനുമാൻ കാണിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. സേവനമായിട്ട് ദാനമായിട്ട് ശ്രീരാമന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാസ്യത്തിലെ ഹനുമാനാണ്. സഖ്യം അർജുനൻ തുല്യത കണക്കാക്കി. മേനെ കൃഷ്ണാനുകമ്പിതം എന്ന് മനസ്സിലായത് ഭഗവാൻ മറഞ്ഞപ്പോഴാണ്. അതുവരെ മനസ്സിലായില്ല. ആത്മനിവേദനം, ബലി തന്നെ മുഴുവൻ സമർപ്പിച്ചു. തനിക്കുള്ളത് ആദ്യം കൊടുത്തു, തന്നെയും കൊടുത്തു. അതാണ് മഹാബലി. വാമനാവതാര കഥ വളരെ പ്രസിദ്ധം. അപ്പോൾ ശ്രവണം കൊണ്ട് പരീക്ഷിത്ത്, കീർത്തനത്തിൽ ശ്രീശുഖ ബ്രഹ്മർഷിയാണ്, വന്ദനം അക്രൂരനാണ്, സ്മരണം പ്രഹ്ലാദനാണ്, പാദസേവനം ലക്ഷ്മിയാണ്, പൂജാർച്ചനാദികൾ പൃഥു മഹാരാജാവാണ്, പൃഥു അവതാരം ഭഗവാൻ തന്നെയാണ്, ദാസ്യം ഹനുമാനാണ്, സഖ്യം അർജുനനാണ്, ആത്മനിവേദനം ബലിയാണ്. ഇങ്ങനെ ശ്രീകൃഷ്ണ സ്മരണേ പരീക്ഷിത ഭവൽ വ്യാസാത്മജ കീർത്തനെ പ്രഹ്ലാദ സ്മരണേ തദംഘ്രിഭജനെ ലക്ഷ്മി പൃഥുപൂജനെ അക്രൂരസ്തു അഭിവന്ദനെ സഹനുമാൻ ദാസ്യേ ച സഖ്യർജുനോ ദേവസ്യ ആത്മനിവേദനെ ബലിരഭൂൽ സർവസ്വദാത പുരാ. അപ്പം ഈ സ്മരണം പ്രഹ്ലാദനാണ്. അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ട് ഭഗവാന്റെ ഈ ഭക്തനായിട്ട് മാറി പ്രഹ്ലാദൻ. ത്വൽ ഭക്താനാം പരമോദാഹരണതാം ഗതഃ പ്രാപിച്ചു. എല്ലാവരും അപ്രകാരത്തിൽ പറഞ്ഞു. തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ മുനേർവീണാപാണേഃ അധിഗത ഭവൽ ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യശിശുരപി സമേത്യ ത്വയിരതിം ഗതസ്ത്വൽ ഭക്താനാം വരദ പരമോദാഹരണതാം. അല്ലയോ വരദ. തതഃ ഗർഭവസതൗ, അതിനുശേഷം ഗർഭത്തിൽ വസിക്കുന്ന സമയത്ത് വീണാപാണേഹേ മുനേഹേ, വീണാപാണിയായിട്ടുള്ള നാരദ മഹർഷിയിൽ നിന്ന് അധികത ഭവൽ ഭക്തി മഹിമ, ഈ ഭഗവാന്റെ ഭക്തി ഉണ്ടാകാൻ വേണ്ട രീതിയിലുള്ള ഭാഗവത ഉപദേശത്തെ അന്ന് കൊടുത്തപ്പോൾ പ്രഹ്ലാദ സുതഃ അസ്യ സമജനി, പ്രഹ്ലാദൻ എന്നുള്ള പുത്രൻ എന്ന പേരിൽ പ്രഹ്ലാദൻ ജനിച്ചു. ഹിരണ്യകശിപുവിന് പുത്രനായിക്കൊണ്ട് അസ്യ സമജനി, ഹിരണ്യകശിപുവിന് പുത്രനായിക്കൊണ്ട് പ്രഹ്ലാദൻ ജനിച്ചു. ജാത്യാ ദൈത്യ ശിശു അഭി, ജന്മം കൊണ്ട് അസുരനാണ് ഈ പ്രഹ്ലാദൻ എങ്കിലും ജാത്യാ ദൈത്യ ശിശു അപി സ വൈ, ആ പ്രഹ്ലാദനാവട്ടെ ത്വയി രതിം സമേത്യ, ഭഗവാനിൽ എപ്പോഴും ഭക്തിഭാവത്തിൽ, അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ മാക്സിമം ഭക്തിയിൽ എത്തി ത്വൽ ഭക്താനാം പരമ ഉദാഹരണതാം ഗതഃ. അവിടെ ത്വയി രതിം സമേത്യ, ത്വയി ഭക്തി രതിം സമേത്യ, അല്ലെങ്കിൽ ത്വയി രതി ഭക്തി, അല്ലെങ്കിൽ ഭക്തിയുടെ മാക്സിമം ഭാവം, ഭക്തരഥൻ ആയി, അങ്ങനെയുള്ള ആ ഭാവത്തിലെ സമയത്യ എത്തിപ്പെട്ടിട്ട് ത്വൽ ഭക്താനാം പരമ ഉദാഹരണതാം ഗത, അങ്ങയുടെ ഭക്തന്മാരിൽ ഏറ്റവും ഉദാഹരിക്കപ്പെടേണ്ട രീതിയിൽ എത്തി എന്ന് സാരം. തതഃ അസ്യ പ്രഹ്ലാദഃ സമജനി സുതഃ ഗർഭവസതൗ മുനേഃ വീണാപാണേഃ അധിഗത ഭവത് ഭക്തി മഹിമ സ വൈ ജാത്യാ ദൈത്യഃ ശിശുഃ അപി സമേത്യ ത്വയി രതിം ഗതഃ ത്വത് ഭക്താനാം വരദ പരമ ഉദാഹരണതാം. ഇനി അഞ്ചാമത്തെ ശ്ലോകം. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിः അശിശിക്ഷച്ചിരമമും
ഗുരുപ്രോക്തം ച അസൗ ഇദം അഭദ്രായ ദൃഢമിത്യവാകുർവൻ സർവം തവ ചരണഭക്തിയൈവ വവൃഥേ. ദുഷ്ടാത്മാവായിട്ടുള്ള സഹ ആ ഹിരണ്യകശിപു നിജസുതേ തൻ്റെ പുത്രനായിട്ടുള്ള ഈ പ്രഹ്ലാദനിൽ സുരാരീണാം ഹാസ്യം അസുരന്മാർക്ക് നിന്ദ്യമായിട്ടുള്ള തവ ചരണദാസ്യം ദൃഷ്ട. അസുരന്മാർക്ക് വിഷ്ണുവിനെ പൂജിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിന്ദ്യമാണ്, ഹാസ്യമാണ്. അത് ഈ പ്രഹ്ലാദൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരുഭിഹി അമും ഈ ഗുരുക്കന്മാരെ കൊണ്ട് ഈ പ്രഹ്ലാദനെ ചിരം വളരെ കാലം അശിശിക്ഷത് നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു. വളരെ കാലം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സമയമുള്ളൂ കേട്ടോ, എന്നാലും പഠിപ്പിച്ചു. കാരണം ഇവിടെ കാലദേശാവധി നിർമുക്തമാണ്, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. എത്ര കാലം പഠിപ്പിച്ചു എന്നല്ല, എന്ത് പഠിപ്പിച്ചാലും ഇവിടെ ഷണ്ടാമർക്കന്മാരാണ് ശുക്രാചാര്യരുടെ മക്കൾ. അവരാണ് ഗുരുകുലം ഇവിടെ സ്ഥാപിച്ച് ഈ ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് സ്ഥാപിച്ചിട്ട് പ്രഹ്ലാദന് പഠിക്കാനും ഒപ്പം കുറേ അസുര കുട്ടികളുമുണ്ട്. അവരെ പഠിപ്പിച്ചു. പ്രഹ്ലാദൻ ഇതൊക്കെ കേട്ടു എന്നല്ലാതെ കണ്ട് കേട്ടത് അപ്പം തന്നെ വിട്ടു. വീണാപാണി നാരദ മഹർഷി അന്ന് അമ്മയുടെ ഗർഭത്തിൽ പ്രഹ്ലാദൻ വസിക്കുന്ന സമയത്ത്, കയാതുവിൻ്റെ ഗർഭത്തിൽ വസിക്കുന്ന സമയത്ത് ഭാഗവതം കേട്ടതിനെ സ്മരിച്ചു. അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പ്രഹ്ലാദൻ ഗുരുക്കന്മാരില്ലാത്ത സമയം മുഴുവൻ ഈ അസുര കുട്ടികളോട് ഭാഗവതം പറഞ്ഞു കൊടുത്തു. അതിൽ ഒരു രംഗം വിസ്തരിച്ച് പറയുന്നുണ്ട്. അതാ വധിക്കാൻ പറ്റാതെ കണ്ട് വരുണപാശം കൊണ്ട് കെട്ടിയിട്ടപ്പോൾ ആ സമയത്താണ്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. സതേത് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ അസുരന്മാർക്കൊക്കെ വലിയ ശുണ്ഠി വന്നു. ഗുരുപ്രോക്തം ഗുരുക്കന്മാരെ കൊണ്ട് ഇതം സർവഹ ഗുരുക്കന്മാരെ കൊണ്ട് ഇത് മുഴുവൻ എല്ലാം ദൃഢം തികച്ചും അഭദ്രായ അമംഗളത്തിനായിക്കൊണ്ടാണ് ഇതി എന്ന് കരുതി. അവിടെ ഇരിച്ചാൽ എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്രകാരത്തിൽ മനസ്സിലാക്കിയിട്ട് അപാകുർവൻ അതെല്ലാം ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് തവ ചരണഭക്തിയായവ വവൃഥേ അങ്ങയുടെ പാദഭക്തിയോടുകൂടി തന്നെ വളർന്നു വന്നു. ചണ്ടാമർക്കന്മാർ പഠിപ്പിച്ചതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞു. ഭഗവാന്റെ ഭക്തിയെ വളർത്തി കൊണ്ടുവന്നു. തനിക്ക് മാത്രമല്ല തൻ്റെ ഒപ്പമുള്ള സതീർത്ഥ്യർക്കും കുട്ടികൾക്കും അസുരക്കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുത്തു. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഹി അശിശിക്ഷത് ചിരം അമും ഗുരുപ്രോക്തം ച അസൗ ഇദം അഭദ്രായ ചാസാവിദമിദം അഭദ്രായ എന്നാണ്. ച അസൗ ഇദം അഭദ്രായ ദൃഢം ഇതി അപാകുർവൻ സർവം തവ ചരണഭക്തി ഏവ വവൃഥേ. തവ ചരണഭക്തി ഏവ ഇകാരം ഏകാരം കൂടി ചേർന്ന് ഐകാരം വന്നു. ചരണഭക്തിയൈവ വവൃഥേ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരാശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസാവിദമിദം അഭദ്രായ ദൃഢമിത്യപാകുർവൻ സർവം തവ ചരണഭക്തിയൈവ വവൃഥേ. ദുഷ്ടാത്മാ സഹ നിജസുതേ സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം ദൃഷ്ട്വാ ഗുരുഭിഃ അമും ചിരം അശിശിക്ഷത് അസൗ ച ഗുരുപ്രോക്തം ഇദം സർവഃ ദൃഢം അഭദ്രായ ഇതി അപാകുർവൻ തവ ചരണഭക്ത്യാ ഏവ വവൃഥേ. ഇവിടെ പ്രഹ്ലാദനെ മുഖ്യനായിട്ടെടുത്തു. ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു. അതെല്ലാം വിട്ടതായിട്ട് പ്രഹ്ലാദനെ കാണിച്ചു. ദുഷ്ടാത്മാവായിട്ടുള്ള ഈ ഹിരണ്യകശിപു നിജസുതേ ഈ തൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദനിൽ ഏത് നിജസുതൻ ഭക്തിക്ക് പരമ ഉദാഹരണനായി എന്ന് പറഞ്ഞ ആ ഉണ്ണിയെ സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം ദൃഷ്ടുവ ഈ സുരന്മാരുടെ ശത്രുക്കളായിട്ടുള്ള സുരന്മാർക്ക് ശത്രുക്കളായിട്ടുള്ള അസുരന്മാർക്ക് ഹാസ്യമായിട്ടുള്ള പ്രവൃത്തിയെ പ്രഹ്ലാദൻ ചെയ്യുന്നത് കണ്ടു. ഭഗവാനെ പൂജിക്കുക, വിഷ്ണുവിനെ സേവിക്കുക, ഇത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം ദൃഷ്ടുവ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവനം ചെയ്യുക എന്ന ദാസ്യഭക്തിയെ പ്രഹ്ലാദൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരുഭിഹി ഈ ഗുരുക്കന്മാരായിട്ടുള്ള അന്ന് ശുക്രാചാര്യരുടെ അവിടെ ഇല്ല, പോയി. ശുക്രാചാര്യർക്ക് ഈ പ്രഹ്ലാദനെ പഠിപ്പിക്കാൻ താല്പര്യമില്ല. കാരണം നാരദൻ പഠിപ്പിച്ച് കൊടുത്തിറക്കണം.
ഇനി എനിക്കെന്താ പഠിപ്പിക്കാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ട. പിന്നെ മാത്രമല്ല, ഹിരണ്യകശിപു പറഞ്ഞതൊക്കെ പ്രഹ്ലാദിനെ പഠിപ്പിക്കാൻ നിന്നാൽ നേരവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ശുക്രാചാര്യൻ്റെ ഉദ്ദേശം നടക്കില്ല. മക്കളെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ചണ്ടാമർക്കന്മാരെ മക്കള് വന്നിട്ട് പഠിപ്പിക്കുന്നത്. ഗുരുഭിഹി അമും, ഈ പ്രഹ്ലാദനെ, ഈ ആളെ നർത്തം, ഈ പ്രഹ്ലാദനെ പുത്രനെ ചിരം വളരെ കാലം അശിശിക്ഷത്, ഉള്ള അത്രയും കാലം എന്ന് കൂട്ടിയാൽ അവിടെ ചിരം എന്നുള്ളത് വളരെ കാലം എന്നുള്ള അർത്ഥമല്ല, കേമമായിട്ട് അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ചണ്ടാമർക്കന്മാരെ അസുരഭാവത്തെ, രജോ ഗുണ തമോ ഗുണത്തെ വളർത്താൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു. അത്രയുള്ളൂ. അശിശിക്ഷത് അസൗച്ച, ഈ പ്രഹ്ലാദനാവട്ടെ ഗുരുപ്രോക്തം, ഗുരുക്കന്മാർ പറഞ്ഞത് മുഴുവൻ, ഇതം ഇതം അതും ഇതും സർവ മുഴുവൻ, ദൃഢം തികച്ചും അല്ലെങ്കിൽ ഉറപ്പായിട്ടും, അഭദ്രായ ഇത് ഭദ്രം ഇല്ലാതാക്കി തീർക്കുന്നതാണ് എന്ന് കണക്കാക്കിക്കൊണ്ട്, ഇത് അഭദ്രം ഇതി ഇങ്ങനെ ഇത് നമുക്ക് ജീവന് ഭദ്രമല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് അപാകുർവൻ അതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞു, വേണ്ടാന്ന് വെച്ചു. തവ ചരണഭക്തിയായ വവൃഥേ, അങ്ങയിലുള്ള ഈ പാദഭക്തിയെ വളരെയധികം വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ശ്ലോകമാണ്, നമ്മിൽ വളർത്തേണ്ടതായിട്ടൊരു ശ്ലോകമാണ്. നമുക്ക് പറഞ്ഞു തരാൻ പല ആൾക്കാരുണ്ടാവും. അതിൽ ഭക്തിയല്ല പറഞ്ഞു തരുന്നത് എങ്കിൽ, ഭക്തിഭാവത്തിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവനെ ശുദ്ധമാക്കാനല്ല പറഞ്ഞു തരുന്നതെങ്കിൽ, അതിനെ വിട്ടുകളയാനുള്ള മാനസികാവസ്ഥയിൽ നമ്മളെത്തണം. അങ്ങനെയായാലേ യഥാർത്ഥത്തിലുള്ള ഭക്തനാവുള്ളൂ, മുക്തി കിട്ടുള്ളൂ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഃ അശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസാവിധമിദം അഭദ്രായ ദൃഢമിത്യപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃഥേ. ഇനി 6ാമത്തെ ശ്ലോകം. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേഥ തനയേ ഭവൽഭക്തിം വര്യാം അഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുത ഭവൽപാദശരണേ. അഥ അധീതേഷു, അതിനുശേഷം പറയപ്പെട്ട ഇതിനെ എന്തിനെക്കുറിച്ചാണോ പറയാൻ ഉദ്ദേശിച്ചത് ആ പറഞ്ഞത് മുഴുവൻ, കിം ശ്രേഷ്ഠം, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്കൃഷ്ടമായത് ഏത്, ഇതി തനയെ, ആ പുത്രനോട്, ഈ പ്രഹ്ലാദനോട്, പരിപൃഷ്ടേ ഹിരണ്യകശിപു ചോദിച്ചു കഴിഞ്ഞപ്പോൾ, വര്യാം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭവൽ ഭക്തിയും, അങ്ങയിലുള്ള ഭക്തിയാണ് എന്ന് ചണ്ടാമർക്കന്മാർ പറഞ്ഞു കൊടുത്തതല്ല, ഗർഭത്തിലിരിക്കുമ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തതാണ്. ഭവൽ ഭക്തിയും വര്യാം അഭിഗതതി, ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അഭിഗതതി നന്നായിട്ട് പറയുക, ഉറക്കെ പറയുക, പ്രഖ്യാപിക്കുക. അങ്ങനെ ചെയ്തപ്പോൾ പര്യാകുലധൃതി, വളരെയധികം ആകുലഭാവത്തോടു കൂടിയിട്ട്, ഇത്രത്തോളം മനസ്സിന് വിഷമമുണ്ടായി എന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളം ദുഃഖിച്ചു. ശുണ്ഠ്യോ ദുഃഖമോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ഇത് മുഴുവൻ ഹിരണ്യകശിപുവിന് വന്നു. അഭിഗതതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പര്യാകുലധൃതി, മൊത്തം ദുഃഖമായി തീർന്നു. ഗുരുഭ്യ, വേഗം ചണ്ടാമർക്കന്മാരെ വിളിച്ചു. ഗുരുഭ്യ രോഷിത്വ, ഈ ഗുരുക്കുമാരെ വിളിച്ച് കോപിച്ചു. എന്നിട്ടോ അസ്യ സഹജമതിഹി, ഇവൻ്റെ പ്രകൃതിയായുള്ള ഈ ബുദ്ധിയാണ് ഇത്, ഇതി അഭിവദൻ. ശുക്രാചാര്യരുടെ മക്കള് ചണ്ടാമർക്കന്മാർ പറഞ്ഞു, ഇത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, നൈസർഗികീ രതി ആണ് ഈ ഉണ്ണിക്കുള്ളത്, അത് ഞങ്ങൾ കൂട്ടിയാൽ പറ്റും തോന്നുന്നില്ല, ജന്മവാസനയാണ്. പ്രഹ്ലാദൻ്റെ ജന്മം കൊണ്ട് തന്നെ ഇത് ഈ ഭക്തി രതിയാണ് ഉള്ളത്, ഞങ്ങൾ കൂട്ടിയാൽ പറ്റില്ല, സഹജമതിയാണ്, നൈസർഗിക രതിയാണ്. ഇനി എന്ത് ചെയ്യും? ഇതി അഭിവദൻ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭവൽ പാദശരണേ, അങ്ങയുടെ പാദം ശരണമാക്കിയിട്ടുള്ള അസ്മിൻ, ഈ പ്രഹ്ലാദനെ ഭഗവാന്റെ പാദങ്ങളെ ശരണമാക്കിയിട്ടുള്ള ഈ പ്രഹ്ലാദനെ, അസ്മിൻ വധോപായൻ വ്യതനുത, ഈ പ്രഹ്ലാദനെ വധിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തു. വ്യതനുത, അത് നടപ്പാക്കി, പറഞ്ഞു എന്നർത്ഥം. ഇന്നതൊക്കെ ചെയ്യൂ അതൊക്കെ ചെയ്യൂ എന്നൊക്കെ സ്വമേവ ആലോചിച്ചു, അതൊക്കെ നടപ്പാക്കി. അധീതേഷു ശ്രേഷ്ഠം കിമിതം ഇതി പരിപൃഷ്ടേ അഥ തനയേ ഭവദ്ഭക്തിം വര്യാം അഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വ സഹജം അതിഹി അസ്യ ഇതി അഭിവിദൻ സഹജമതിഹി അസ്യ ഇതി അഭിവിദൻ വധോപായാൻ അസ്മിൻ വ്യതനുത ഭവൽപാദശരണേ.
അഥാ അധീതേഷു കിം ശ്രേഷ്ഠം ഇതി തനയെ പരിപൃഷ്ഠേ വര്യാം ഭവൽഭക്തിം അഭിഗതതി പര്യാകുലധൃതിഃ ഗുരുഭ്യഃ രോഷിത്വാ അസ്യ സഹജമതിഃ ഇതി അഭിവദൻ ഭവൽപാദശരണേ അസ്മിൻ വധോപായാൻ വ്യതനുത. അധീതേഷു ശ്രേഷ്ഠം, എന്താണ് പഠിച്ചത് അതിൽ ഏറ്റവും ഏത്, കിം ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, പരിപൃഷ്ഠേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അഥ തനയനായിട്ടുള്ള പ്രഹ്ലാദനോട് ചോദിച്ചു. അപ്പോൾ ഭവൽ ഭക്തിയാം വര്യ അഭിഗതതി, ഭഗവാനിലുള്ള ഭക്തിയാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. പര്യാകുലധൃതി, ഇതാണ് കേട്ടതോട് കൂടിയിട്ട് ഇത്രയേ ദുഃഖമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല, അത്ര കൂടുതൽ ദുഃഖിച്ചു. ഗുരുഭ്യോ രോഷിത്വ, ഗുരുക്കന്മാർക്ക് പ്രത്യേക ശമ്പളം കൊടുത്തിട്ട് അവിടെ പഠിപ്പിക്കണതേ. അപ്പോൾ ചണ്ടാമർക്കന്മാരോട് ചുണ്ടെടുത്തു. സഹജമതിഹി അസ്യ ഇതി അഭിവിധൻ, ഇത് നൈസർഗിക രതിയാണ്, സഹജമായിട്ട് ജന്മം കൊണ്ട് തന്നെ കിട്ടിയതാണ്, വരുമ്പോൾ കൊണ്ടുവന്നതാണ്, ആർക്കൊന്നും കൂട്ടിയാൽ പറ്റില്ല. ഇങ്ങനെ നന്നായിട്ട് തന്നെ ചണ്ടാമർക്കന്മാർ പറഞ്ഞു. സഹജമതിഹി ആണ് ഈ പ്രഹ്ലാദൻ എന്ന് അസ്യ ഇതി അഭിവിധൻ നന്നായിട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വധോപായാൻ അസ്മിൻ, എന്നാൽ ഇയാളെ കൊല്ലണല്ലോ എന്നുള്ളത് ഉറപ്പിച്ചു. വ്യതനുത നിർഭാഗ്യം ചെയ്തു. ഭവൽ പാദശരണേ, അങ്ങയുടെ ഭക്തൻ, അങ്ങയുടെ പാദത്തെ ശരണമാക്കിയ ഒരാളെ വധിക്കാൻ പറ്റുമോ? അപ്പം അതിൻ്റെ അന്വയത്തിനേക്കാൾ കൂടുതൽ അവിടെ ശ്ലോകം നേരിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് വേണ്ടത് എന്ന് സാരം. അതാണ് പാണ്ഡിത്യം. പ്രയോഗം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അതങ്ങോട്ട് വല്ലാതെ കണ്ട്, വല്ലാത്തൊരു മഹാകാവ്യം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അങ്ങനെ ഒരു കാവ്യമാണ് ഈ നാരായണീയം. അതുകൊണ്ടാണ് ഇത്ര നമ്മൾക്ക് ഒന്നും മനസ്സിലായിട്ടൊന്നുമല്ല, അങ്ങനെ വായിക്കും. വായിച്ചു പോകുമ്പോൾ തന്നെ അതിൻ്റെ വാക്കിലും അക്ഷരത്തിലും അക്ഷരത്തിൻ്റെ സംയോജനത്തിലും അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള അവതരണത്തിലും നമുക്ക് എന്തോ ഒന്ന് കിട്ടുന്നുണ്ട്. അർത്ഥം മനസ്സിലായിട്ടൊന്നുമില്ല, ഭാഗവതം അറിയാവുന്നത് കൊണ്ട് ഇതാവായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷേ എത്ര ആൾക്കാരെ നാരായണീയം എടുക്കണത് പറയാൻ പറ്റില്ല. അധീതേഷു ശ്രേഷ്ഠം കിമിതമിതി, അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ഠേ തനയെ ഭവൽ ഭക്തിം വര്യാമഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിധൻ വധോപായാനസ്മിൻ വ്യതനുത ഭവൽ പാദശരണേ. ഇപ്പോൾ എൻ്റെ ഈ ഭാഗവത നാരായണീയ രാമായണമൊക്കെ തുടക്കത്തിൽ ഞാൻ അമ്പലത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഒപ്പമുള്ള ആൾക്കാരോട് കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒന്നിച്ച് ഇതിങ്ങനെ മുഴുവൻ ഏകാഹായിട്ട് നാരായണീയ എല്ലാ ദിവസവും ഇങ്ങനെ എല്ലാ മാസവും വായിച്ചൊരു കാര്യമില്ല. അതിൻ്റെ അർത്ഥം, വ്യാഖ്യാനം, പദച്ഛേദം, അന്വയം ഒക്കെ വിസ്തരിച്ച് പറഞ്ഞ് അത് കേട്ട് അങ്ങനെ പോയാൽ മതി മുമ്പിലേക്ക് എന്ന് പറഞ്ഞു. കൂട്ടാക്കിയില്ല, ഇത് മുഴുവൻ ഏകാഹായിട്ട് കഴിക്കണം, മറ്റേത് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അത് തയ്യാറായില്ല. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്തില്ല എന്നല്ല, പക്ഷേ അത് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കാത്തത് കൊണ്ട് ഞാനതിനെ ഉപേക്ഷിക്കുകയല്ല ഉണ്ടായത്. ഞാൻ പിന്നെ ഇതിലുള്ള എന്താ വെച്ചാൽ അതിങ്ങനെ കൂടുതൽ പഠിക്കുകയാണ്, വ്യാഖ്യാനം ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് സാരം. അത് അന്ന് അങ്ങനെ തോന്നിയില്ലായിരുന്നു എങ്കിൽ എനിക്കും കിട്ടില്ല. അന്ന് ആ വലിയ സദസ്സിൻ്റെ മുമ്പിൽ ഇതെനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ അവരും ഇന്നത്തെ പോലെ ഈ നാരായണീയം വായിക്കും എന്നല്ലാതെ കണ്ട് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിൽ ഇന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്, അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷേ ഇത് കേട്ട് മനസ്സിലാക്കിയവരുണ്ട്, അവർ നല്ലോണം അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കുന്നവരുണ്ട്. അപ്പോൾ അവസരം കിട്ടുമ്പോൾ നന്നായിട്ട് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ മുമ്പിൽ വരികയാണ്, ആവശ്യപ്പെടാതെ കണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ട് വരുമ്പോൾ അതിനെ ശ്രവിക്കാതെ കണ്ട് അക്കരപ്പച്ച കണക്കാക്കിയിട്ട് പോകുന്നവരുണ്ട്. അവർക്ക് വിദ്യ കിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഗുരുക്കന്മാർ ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതല്ല ശരി എന്നുള്ളത് സ്വയമേവ പഠിച്ച് ഈ പ്രഹ്ലാദൻ അസുരക്കുട്ടികളോട് ഈ ഭഗവത് ഭക്തിയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണു. അവരത് സ്വീകരിക്കണു. അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു അവർ, അസുരക്കുട്ടികൾ. അതാണ് ഞാനതെങ്കിൽ എപ്പോഴും ആലോചിക്കാറുണ്ട്. ചർച്ച ചെയ്തും കൊണ്ടാണ് അവിടെ ഈ ഫോർമാലിറ്റി ഒന്നുമില്ല. ആചാര്യനും ശിഷ്യന്മാരും അല്ലെങ്കിൽ വക്താവും ശ്രോതാവും എന്നുള്ള ആ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് പരസ്പരം ചർച്ച ചെയ്യുക.
അപ്പോൾ ആ ചർച്ചയിൽ അത് ശരിയല്ല എന്നുള്ളത് കമ്മിറ്റിക്കാരാണ്, അവർക്ക് അറിയില്ല. അവർക്ക് ഈ കാശുണ്ടാക്കൽ മാത്രമല്ലേ അറിയുള്ളൂ. പഴപ്പിച്ചു അവർ, ബുദ്ധിയെ പഴപ്പിച്ചു. അല്ലെങ്കിൽ ഒരു വലിയ സദസ്സ് അതിൽ ഇത് പഠിച്ചു വരുമായിരുന്നു. അപ്പം അതിന് യോഗമാണ്, യോഗില്ലാച്ച കിട്ടില്ല. അതാണ്. ഞാനും അന്ന് ഉപേക്ഷിച്ചിരുന്നു എങ്കിൽ എനിക്കും ഈ ആചാരസ്ഥാനത്ത് നിന്ന് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. മറവി രോഗം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ എല്ലാ ദോഷവശങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ നിവൃത്തിയില്ല, അത് രോഗം വന്നതാണ്, മാറ്റാൻ കൂട്ടിയാൽ പറ്റൂല. അതുകൊണ്ട് നോക്കിയിട്ടേ പറയാൻ സാധിക്കുള്ളൂ. നോക്കിയാൽ തന്നെ ചിലപ്പോൾ പഴയ്ക്കണം. അത് മറവി രോഗം, അത് ഭഗവാൻ തന്നൊരു അത്രയേ ഉള്ളൂ. അത് പൂർണ്ണതയിൽ എത്താൻ സാധിച്ചില്ല. അതൊരു ഗുരുദോഷമാണ്, ഗുരുത്വത്തിൻ്റെ കുറവാണ്. അത് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് വിഷയമല്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അവസരം കിട്ടുമ്പോൾ അതിനെ വിനിയോഗിക്കണം, അത് മറക്കരുത്. പ്രഹ്ലാദൻ പറഞ്ഞു തരുന്നത് അതാണ്. അതുകൊണ്ടാണ് കൗമാര ആചര്യ പ്രാജ്ഞ ഭാഗവതം തുടങ്ങുന്നത്, ഉപദേശം തുടങ്ങുന്നത് അങ്ങനെയാണ്. അധീതേഷു ശ്രേഷ്ഠം കിമിതം ഇതി പരിപൃഷ്ടേഥ തനയേ ഭവൽഭക്തിം വര്യാം അഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ പഥോപായാനസ്മിൻ വ്യതനുത ഭവൽപാദശരണേ. അഥ അതിനുശേഷം അധീതേഷു പഠിക്കപ്പെട്ടവയിൽ കിം ഏതാണ് ശ്രേഷ്ഠം, ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണ്, ഇതി ഇങ്ങനെ തനയെ ആ പുത്രനോട് പ്രഹ്ലാദനോട് പരിപൃഷ്ടേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദനോട് ഹിരണ്യകശിപു മടിയിലിരുത്തി ലാളിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ വര്യാം ഭവൽ ഭക്തിയും വരിക്കേണ്ടതായിട്ട് ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാനിലുള്ള ഭക്തിയാണ്. ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ മീതയാണ് ഭക്തിയുടെ സ്ഥാനം. അപ്പോൾ ഈ പുരുഷാർത്ഥങ്ങളായിട്ടുള്ള ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കാൾ മീതയാണ് ഭക്തിയുടെ സ്ഥാനം എന്നതാണ് പ്രഹ്ലാദൻ ആ സമയത്ത് അവിടെ പറഞ്ഞത്. അത് വിഷ്ണു ഭക്തിയാണ് എന്ന് മനസ്സിലായതുകൊണ്ട് അഭിഗതതി ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ പര്യാകുലധൃതി, തൻ്റെ ശത്രുവിനോടാണല്ലോ ഇത്രയും കൂറ്, അത് വല്ലാത്ത വിഷമമുണ്ടായി. എത്ര ദുഃഖിച്ചെന്ന് ശരി, അത്രയും ശുണ്ഠിയും വന്നു, ദുഃഖം വന്നു. ഗുരുഭ്യ ഗുരുക്കന്മാരെ വിളിച്ചിട്ട് രോഷിത്വ ശുണ്ഠിയെടുത്തു. അസ്യ സഹജമതിഹി, ഇത് ഗുരുക്കന്മാർ പറഞ്ഞു, ഇത് പ്രഹ്ലാദൻ്റെ ജന്മവാസനയാണ്, ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങൾക്കൊന്നും കൂട്ടിയാൽ പറ്റില്ല, അങ്ങ് എന്താ ചെയ്തോളൂ. ഇതി അഭിവദൻ നന്നായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഭവൽപാദശരണേ, അങ്ങയിൽ ഭക്തിയുള്ളതായിട്ടുള്ള ഈ പ്രഹ്ലാദനെ പ്രഹ്ലാദെ എന്താ ചെയ്തത്, വധോപായാൻ വേതനുത, പ്രഹ്ലാദനെ വധിക്കാൻ വേണ്ടിയിട്ട് സൂത്രത്തെ അല്ലെങ്കിൽ നിയമത്തെ അത് നടപ്പാക്കുക തന്നെ ചെയ്തു. വധോപായാൻ വേതനുത, അത് നടപ്പാക്കി എന്ന് പറയാണ്. അധീതേഷു ശ്രേഷ്ഠം കിമിതമിതി പരിപൃഷ്ടേധ തനയേ ഭവൽഭക്തിം വര്യാമഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ പഥോപായാനസ്മിൻ വ്യതനുത ഭവൽപാദശരണേ. ഇപ്പോൾ 5, 6, 7 3 ശ്ലോകങ്ങളാണ് ഇനി പറഞ്ഞത്. ഇനി അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ.